KF സ്ട്രോങ് ബിയർ, നല്ല ചിൽഡ് ബിയർ എടുത്ത് ചിക്കൻ ഫ്രൈക്കകത്തങ്ങ് ഒഴിച്ച് പക്ക ഉള്ളത് വരട്ടില്ല. നമ്മൾ ഈ വീഡിയോയിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളതല്ല, നമ്മൾ ഡയറക്റ്റ് ഒന്നും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. സംഭവം മിന്നിച്ച്, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു മൊത്തത്തിൽ ആ ഒരു അടുക്കളയിലെ മണവും ഒരു ബിയറിഷ് ഫ്രൈ മണമായി. ഇപ്പോൾ ഈ ഡിഷിനൊരു പേരാണ് നമ്മൾ ആലോചിക്കുന്നത്. KF സ്റ്റോം ചിക്കൻ ഫ്രൈ എന്നാണ് ഈ ഡിഷിന് നമ്മൾ ഇട്ടേക്കുന്ന പേര്. പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ഇട്ട്, പിന്നെ ഉള്ളി, പിന്നെ മുളക് മുറിച്ചിട്ടു, പിന്നെ വേറെ എന്താ ഇഞ്ചിയൊക്കെ നമ്മൾ ആദ്യമേ ഇട്ടു. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു ഒന്ന് കളറിന് വരാൻ വേണ്ടി. ആ അടുക്കളയിൽ കിട്ടിയ സാധനങ്ങളെല്ലാം ഞാൻ ഏറെക്കുറെ അങ്ങ് സെറ്റ് ചെയ്തങ്ങ് ഇട്ട് അടിപൊളി. ഇനി ഉണ്ടായിരുന്നു തക്കാളിയൊന്നും ഇല്ല, അല്ലാതെ ഇനി അതൊക്കെ ഇനി സെറ്റ് ചെയ്തേനെ. പക്ഷേ ഉള്ളത് പറയട്ടില്ല മാൻ, നമ്മൾ നോർമൽ ഫ്രൈ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ പ്ലേറ്റിൽ അതും ഉണ്ടായിരുന്നു. ഇതും വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ആ ചിക്കൻ ഫ്രൈ ഭയങ്കര സോഫ്റ്റും ആയിരുന്നു, അതേപോലെ തന്നെ ആ ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു ബിയറിൻ്റെ ആ ഒരു എസൻസ് ഉണ്ട്. ബിയറിന് പകരം റമ്മൊക്കെ ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി അതൊക്കെ നമ്മളിനി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ റമ്മൊക്കെ എടുത്ത് ഒഴിക്കുമ്പോൾ നോക്കണം, തീയാണ്, എല്ലാം കൂടെ കത്തിപ്പിടിക്കല്, നൈസായിട്ടൊക്കെ ഒഴിച്ചോണം. അപ്പോൾ ഇത് ഞങ്ങളുടെ പരീക്ഷണമാണ്, സംഭവം സക്സസ് ആണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ചിട്ട് കൊള്ളാവുന്ന വല്ല സെറ്റപ്പൊക്കെ ആവണമെന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ ഞങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇറ്റ് വാസ് എ റിയലി വണ്ടർഫുൾ സാറ്റർഡേ. അപ്പോൾ യു ഗൈസ് ഓൾസോ എൻജോയ്. ഓക്കെ, ഡ്രൈവ് സേഫ്, ഓൾവേസ് വെയർ എ ഹെൽമെറ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ്. പക്കയല്ലേ, എൻ്റെ 2 കണ്ണുകളിൽ ഉള്ളിയിരിക്കണമെങ്കിൽ പക്ക. അപ്പം ടേക്ക് കെയർ, ബൈ.